സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹാപ്രസ്ഥാനം നമ്മുടെ ഈ രാജ്യത്തിന് ചെയ്ത, ഈ പ്രദേശത്തിന് ചെയ്ത ഏറ്റവും വലിയ നേട്ടം ജനങ്ങളെ മതപരമായി പ്രബുദ്ധവൽക്കരിച്ചു എന്നതാണ്. അതിന്റെ 11,008 മദ്രസകൾ, ആ മദ്രസകളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന 11,75,644 വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സമസ്തയുടെ വിപുലമായ സംവിധാനങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രിയപ്പെട്ട മുഅല്ലിങ്ങൾ, ഈ ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് മനുഷ്യ സൗഹൃദമാണ്. ആ മനുഷ്യ സൗഹൃദമാണ് ഇന്ത്യയിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കി നമ്മുടെ ഐക്യവും ഒരുമയും സ്നേഹവും കാത്തുരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും വലിയ രാസത്വരകമായി നമുക്ക് മുമ്പിലുള്ളത്. അഖ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ആ ആശയധാരയിൽ നിന്ന് സമൂഹം പുറകോട്ട് പോകാതെ സത്യസന്ധമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനം. പൂർവീകരെ അനുസരിക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സമൂഹത്തോട് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബി അസ്ഹാബി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഇതിന്റെ അർത്ഥം പൂർവീകരെ പൂർണ്ണമായി അനുധാവനം ചെയ്യുക എന്നതാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർ പരിപൂർണമായി അവരുടെ പൂർവീകരായ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പ്രഗൽഭരെ അനുധാവനം ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. 4 ഖലീഫമാരെയും മുആദ് റളിയല്ലാഹു തആല അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ ആളുകളാണ് അന്ന് പ്രധാനമായും ഫത്വ കൊടുത്തിരുന്നത്. അവരെ മറ്റുള്ളവർക്ക് അനുധാവനം ചെയ്യാൻ, അവരെ അംഗീകരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആ തരത്തിലുള്ള പൂർവീകരെ അനുസരിക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഭിന്നതകൾക്ക് പരിഹാരമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് മതസൗഹൃദം തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറയട്ടെ, അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഈ മലപ്പുറം ജില്ലയിൽ പോലും വന്ന് മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിച്ച ആളുകളുണ്ടായി. മദ്രസയിൽ വളരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നാസറുൽ ഉലൂം എന്ന് പറയുന്ന മദ്രസ നമ്മുടെ ജില്ലയിൽ തന്നെ വെന്നിയൂരുണ്ട്. ആ മദ്രസക്ക് സ്ഥലം നൽകിയത് കപ്രാട്ട് പാറുക്കുട്ടി എന്ന ചിന്നമ്മു അമ്മ എന്നൊരു സ്ത്രീയാണ്. അതിന്റെ ആധാരം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് നമുക്ക് കാണുവാൻ കഴിയും. ഒരു അമുസ്ലിമായ വനിത മതം പഠിക്കാൻ വേണ്ടി നല്ല സ്ഥലം വഖഫ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് സമർപ്പണം ചെയ്ത ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായി. അതുപോലെ നിരവധി സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായിരുന്ന ജഗതി ശ്രീകുമാർ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. എങ്ങനെ? മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര എന്ന് പറയുന്ന നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പുള്ള വലിയ വളവിൽ അർദ്ധരാത്രി സുബഹിയോടടുത്ത സമയം അദ്ദേഹം ആക്സിഡന്റിലായി വീണ് പിടയുന്ന മനുഷ്യനെ തൊട്ടടുത്ത പള്ളിയിൽ ദർസ് നടത്തുന്ന മുദരിസിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ശുഭ്രവസ്ത്രധാരികളായ മുഅല്ലിമീങ്ങൾ, അവര് പോയിട്ടാണ് താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. അതാണ് മലപ്പുറത്തിന്റെ പൈതൃകം. ആ പൈതൃകത്തെ ചോദ്യം ചെയ്ത് ഈ ജില്ലയെ വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും അത് അനുവദിക്കുകയില്ല എന്ന് ഈ ഉമ്മത്ത് സമൂഹത്തിലൂടെ പറയണം. മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 1969 അതുകൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. 1969 ജൂൺ 16 മലപ്പുറം ജില്ല നിലവിൽ വരുന്നത്. ഈ മലപ്പുറം ജില്ല നിലവിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ 1969 മാർച്ച് 6 VJT ഹാളിൽ തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം മലപ്പുറം ജില്ലക്കെതിരെയുള്ള സമര പ്രഖ്യാപനം അന്ന് ഇന്ത്യയിലെ പ്രഗത്ഭനായ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയെ കൊണ്ടുവന്ന് നടത്തിയത്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാകാം. പക്ഷേ നിങ്ങൾ ഓർക്കണം, 29 വർഷങ്ങൾക്ക് ശേഷം, 29 വർഷങ്ങൾക്ക് ശേഷം അതേ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് കുടുംബശ്രീയുടെ ദേശീയ തല ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്തത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നായിരുന്നു. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1998 മെയ് 17 അഥവാ ഈ വാജ്പേയി തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലക്കെതിരെയുള്ള സമര പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തതിന്റെ 29 ആണ്ടുകൾക്ക് ശേഷം മലപ്പുറത്ത് കോട്ടക്കുന്നിൽ ഇതുപോലെ വലിയ ജനസമൂഹം ഒരുമിച്ചുകൊണ്ട് സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വിശ്വപ്രശസ്തനായിരുന്ന പ്രഗത്ഭനായിരുന്ന ജനപ്രതിനിധി ഇ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വളരെ മാന്യമായ ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അദ്ദേഹം വളരെ ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അടൽജി, ദിസ് മലപ്പുറം ഈസ് നോട്ട് വാട്ട് യു ഹേർഡ്. നിങ്ങൾ കേട്ട മലപ്പുറമല്ല അടൽജി ഇത്. ഈ മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറം ഈസ് എ റോൾ മോഡൽ ഓഫ് ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്മ്യൂണൽ ഹാർമണി ഇൻ അവർ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പിന്റെയും കമ്മ്യൂണൽ ഹാർമണിയുടെയും മനോഹരമായ പ്രദേശമാണിത് എന്ന് അദ്ദേഹം മനോഹരമായി പ്രസംഗിച്ചപ്പോൾ വാജ്പേയി പോലും അത് അംഗീകരിച്ചു. അന്ന് സംഭവിച്ച തെറ്റ് തിരുത്തുന്നത് പോലെ മനോഹരമായ ഒരു പ്രസംഗമാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ, വാര്യംകുന്ന് തന്ത്യവിശ്രമുള്ള കോട്ടക്കുന്നിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത്. ആ പാരമ്പര്യമാണുള്ളത്. അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ബഹുജനങ്ങളോടും ഒക്കെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജില്ലയെ തെറ്റിദ്ധരിപ്പിക്കരുത്, ഈ ജില്ലയെ മോശമായി ചിത്രീകരിക്കരുത്. ഈ ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാർ ഉള്ള കാലത്തോളം
ഹുബ്ബുൽ വതൻ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാലത്തോളം യാതൊരു തരത്തിലും വർഗീയതയിലേക്കോ അതുപോലെ തന്നെ വിഘടന പ്രവർത്തനത്തിലേക്കോ രാജ്യദ്രോഹ പ്രവർത്തനത്തിലേക്കോ നമ്മുടെ ഈ മക്കൾ പോവുകയില്ല. അതിന്റെ കാവൽ ഭടന്മാരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ വേദിയിലേക്ക് നോക്കും, മനോഹരമായ വേദി. സയ്യിദുൽ ഉമ്മയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന നമ്മളേറെ ബഹുമാനിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സയ്യിദുൽ ഉലമ എന്ന മഹാനായ പണ്ഡിതനുമാണ് ഒരുമിച്ചൊരു വേദിയിരിക്കുന്നത്. ഈ കൂട്ടായ്മ, ഈ കുളിർമ നൽകുന്ന സന്ദേശം, ഈ ഐക്യത്തിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മത്ത് പോകേണ്ടത്. അതിൽ വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ഉമ്മത്ത് ജാഗരൂകരാകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരുമ, ആ അന്തസ്, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉമ്മത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മഹാസമ്മേളനം വൻ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെ നയിക്കുവാനും സയ്യിദുൽ ഉലമ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.